Good morning, all. Good morning, Miss. Good morning, Miss. Okay, good morning. Okay, and കഴിഞ്ഞ ദിവസത്തിലൊക്കെ ക്ലാസ് ഒക്കെ ആയിരുന്നോ? റീഡ് ചെയ്തായിരുന്നു മിസ്. വായിച്ചു മിസ്. Okay, എന്തെങ്കിലും ഡൗട്ടുകള്? ഇല്ല മിസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം അല്ലെ. നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ. ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ വരെയാണ് നിർത്തിയത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇപ്പൊ ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള ഒരു മാനേജിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് ഹസാർഡ്സിനെ കുറിച്ചിട്ടൊക്കെ അല്ലെ, അപകടകരമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ മുന്നറിയിപ്പുകൾ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല രീതിയിലുള്ള ഒരു ക്രമീകരണം തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിൽ ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ഏത് അപകടാവസ്ഥ വരാനായിട്ട് ഉണ്ടെങ്കിലും സാധ്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനാണെങ്കിലും കൈകാര്യം ചെയ്ത് പോകാനായിട്ട്, അതല്ല എങ്കിൽ അവിടെയുള്ള കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ മുന്നറിയിപ്പ് കൊടുത്ത് വേറെ അപകടത്തിലൊന്നും പെടാതെ തന്നെ ഹോസ്പിറ്റലിനെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. The purpose of this section is to ensure that the hazards of all chemicals produced or imported are evaluated and that the information concerning their hazards is transmitted to employers and employees. അതായത് അവിടെയുള്ള തൊഴിലാളികളെ അതായത് അവിടെ ഇപ്പോ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അല്ലെ, അവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്, നഴ്സുമാര്, ഡോക്ടർമാര്, മറ്റു തരത്തിലുള്ള എംപ്ലോയീസുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും തൊഴിലുടമയെ എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് അല്ലെ മേലധികാരികൾ, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്കൊക്കെ മുന്നറിയിപ്പുകൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റിലെല്ലാം ചെറിയ രീതിയിലുള്ള അല്ലെ എന്തെങ്കിലുമൊക്കെ അപകടാവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അവിടെ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ മിക്കവാറും അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നടപടികളൊക്കെ സ്വീകരിക്കണം അവർക്ക് അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ മുൻകരുതലായിട്ടുള്ള പേഴ്സണൽ എക്യുപ്മെന്റ്സ് അല്ലെ അവിടെ തീർച്ചയായിട്ടും കരുതി തന്നെയായിരിക്കണം അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ ഇൻഫോർമേഷൻസും തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് എന്നല്ലേ. എംപ്ലോയീസിനൊക്കെ കൃത്യമായിട്ട് തന്നെ എന്താണ് അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദിസ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫോർമേഷൻ ഈസ് fulfilled by means of a comprehensive hazard communication program. ഈ ഒരു അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് അല്ലെ നല്ല സമഗ്രമായ രീതിയിൽ തന്നെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു കാര്യം അറിയിക്കാതിരിക്കുക. ചിലപ്പോൾ ബ്ലഡിന്റെ അല്ലെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹസാർഡ്സ് അപകടാവസ്ഥ തന്നെ ചെയ്ത് നമുക്കറിയാം. പേഴ്സണൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്ത ബിന്നിലൊക്കെ നിക്ഷേപിക്കണം അല്ലെ. അപ്പൊ അതിനൊക്കെ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും നമുക്കറിയാം സമഗ്രമായിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ച് തന്നെ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. വിച്ച് ഇൻക്ലൂഡ്സ് കണ്ടെയ്നർ ലേബലിംഗ് ആൻഡ് അതർ ഫോംസ് ഓഫ് വാർണിംഗ്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ് ആൻഡ് എംപ്ലോയി ട്രെയിനിങ്. തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ ഇന്ന കാര്യങ്ങൾക്കൊക്കെയാണ് ലേബൽ ചെയ്ത് വെക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും തൊഴിലുടമ അതായത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ തന്നെ അത് കൃത്യമായിട്ട് തന്നെ നിർദ്ദേശങ്ങൾ എല്ലാ എംപ്ലോയീസിലേക്കും എത്തിക്കണം. തന്നെ എന്തെങ്കിലും വാണിംഗ് അല്ലെ, നിങ്ങൾക്ക് നമുക്കറിയാം ചില മെറ്റീരിയൽസ് ഒക്കെ അത് എന്തെങ്കിലും കേടായി പോകുന്ന അവസ്ഥയിൽ അല്ലെ അവിടെ പ്രത്യേകമായിട്ട് വാണിംഗ് സൗണ്ടൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യും. സോ അതനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം അല്ലെ. അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എംപ്ലോയിക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മെറ്റീരിയൽ സേഫ്റ്റി ആൻഡ് ഷീറ്റ്സ് ആൻഡ് എംപ്ലോയി ട്രെയിനിങ്. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ തരത്തിലുള്ള അല്ലെ എല്ലാ മെറ്റീരിയൽസ് എങ്ങനെയൊക്കെയാണ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. അത് മാത്രമല്ല ജസ്റ്റ് ചില എക്യുപ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും അവിടെയുള്ള സ്റ്റാഫുകളുടെ ഇടയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അപകടാവസ്ഥ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ലേ? സാധിക്കോ? യെസ്, നമുക്ക് ഒരു അറിയിപ്പുണ്ട് അല്ലെ. ഇന്ന സാഹചര്യങ്ങൾ വരാം അല്ലെ, അതിനെ ഇന്ന രീതിയിൽ തയ്യാറാവണം, ഇന്ന രീതിയിൽ അപകടാവസ്ഥയെ ഒഴിവാക്കണം. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒരു ട്രെയിനിങ്ങും മുന്നറിയിപ്പുകളും അതെല്ലാം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി തരികയാണെങ്കിൽ ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ അപകടാവസ്ഥകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ പ്രത്യേകമായിട്ട് എന്താണ് നമുക്കറിയാം
അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെയുള്ള എംപ്ലോയീസിന്റെ തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്തു പോകും. അപ്പൊ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഓഫ് ഹസാർഡ്സ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൽക്കഹോൾ, സ്പിരിറ്റ്, ഇത് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അബോധാവസ്ഥയിലൊക്കെ ആക്കണമെങ്കിലൊക്കെ അത്തരത്തിലുള്ള കെമിക്കൽ കണ്ടന്റ് ഒക്കെ കൂടിയ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. സ്പിരിറ്റുകൾ നമുക്കറിയാം അണുക്കളൊക്കെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കൂടിപ്പോയാലും പ്രശ്നമാണ്. അത് എന്തെങ്കിലും രീതിയിൽ വേസ്റ്റ് ആയിട്ട് അല്ലെ മറ്റു ഇതിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് പോയാലൊക്കെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട്. ആസിഡ്, ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസ് നമുക്കറിയാം. മറ്റു അല്ലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താണ് സ്പില്ലേജ് വേസ്റ്റിലൊക്കെ പഠിച്ചു പോയതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്പില്ല് വരുന്നുണ്ടെങ്കിൽ ചില അല്ലെ അത് ചില അണുക്കളൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ആസിഡ്, ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ട അവസ്ഥകൾ തീർച്ചയായിട്ടും നമ്മൾ ആ ടൈമിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അല്ലെ. മാനുഫാക്ചേഴ്സ് എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് അത്രയും ക്വാണ്ടിറ്റി അളവിലൊക്കെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഓർക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തില് അല്ലെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം. ഡിസ്ഇൻഫെക്റ്റൻസ് നമുക്കറിയാം അതാണ് വിമുക്തമാക്കുന്ന കാര്യങ്ങൾ അല്ലെ. അതിനൊക്കെ ഏത് സൊല്യൂഷൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ആ സൊല്യൂഷൻസിൽ കൃത്യമായിട്ട് നമുക്കറിയാം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ എന്താണോ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്ലീനിങ് ഏജൻസ് അല്ലെ നമുക്കറിയാം ഇത്ര സമയം ഇത്ര അണുവിമുക്തമാക്കാനൊക്കെ ആയിട്ട് അണുക്കളെ നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ട് ആ സൊല്യൂഷൻസ് ഒക്കെ ഇത്ര ടൈമിലൊക്കെ അവിടെ യൂസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അറ്റ് ടൈമിലൊന്നും മറ്റുള്ളവർക്ക് ഒന്നും അവിടെ പാസേജ് ഒന്നും അനുവദിക്കാതെ ഐസൊലേറ്റ് ചെയ്തൊക്കെ കൈകാര്യം ചെയ്ത് വരേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് പ്രദാനം ചെയ്ത് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടെയ്നർ ലേബലിംഗ്. ഓക്കെ. നമുക്കറിയാം ഓരോ സൊല്യൂഷൻസിനൊക്കെ അല്ലെ കൃത്യമായിട്ട് എല്ലാ സ്പില്ലേജിനും നമുക്കറിയാം ഒരേപോലത്തെ സൊല്യൂഷൻ അല്ല യൂസ് ചെയ്യുന്നത് അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷൻസ് അല്ലേ ഉപയോഗിക്കാറുള്ളത് ആണോ? തയോസൾഫേറ്റ് അല്ലെ അങ്ങനെ നമ്മൾ സോഡിയം ക്ലോറൈഡ് അങ്ങനെ പല സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഓക്കെ അതനുസരിച്ചിട്ട് തന്നെ ഓരോ ലേബൽ ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് തന്നെ ഇന്ന വേസ്റ്റുകൾ കൈകാര്യം ചെയ്തതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. ഓൾ ദ ഡ്രഗ്സ്, സ്പിരിറ്റ്, സൊല്യൂഷൻസ്, ക്ലീനിങ് ഏജൻസ് ആർ ലേബിൾഡ് ആൻഡ് കെപ്റ്റ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ്. ഓക്കെ. നമുക്കറിയാം ഈ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ മരുന്നുകൾ, ക്ലീനിങ് ഏജൻസുകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ലേബൽ ചെയ്ത് കൃത്യമായിട്ടുള്ള പ്ലേസിൽ തന്നെ അവിടെ കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്കറിയാം എന്ത് പ്രോബ്ലം ആണ് സംഭവിക്കുന്നത്. ആ ടൈമിൽ തന്നെ ഇന്ന പ്ലേസിൽ പോയാൽ ഇന്ന സൊല്യൂഷൻസ് കിട്ടും. അതെടുത്ത് നമുക്ക് അണുക്കളെ നശിപ്പിച്ച് കളയാമെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവരുടെ എംപ്ലോയീസിന് അതിനുള്ള നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് അവരവിടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഒരു കൃത്യമായ മാനേജിങ് സിസ്റ്റം അവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടാവസ്ഥകളൊക്കെ നമുക്ക് ലഘൂകരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. വീണ്ടും വാണിംഗ് ലേബൽസ്, സിംബൽസ് ആർ പുട്ട് ടു വാൺ അബൌട്ട് ഹസാർഡ് മെറ്റീരിയൽ. ഓക്കെ. നമുക്കറിയാം വാണിംഗ്സുകളൊക്കെ അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി മെഷീൻസ് ഒക്കെ അല്ലെ ചിലപ്പോ വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത ടൈമുകളിലൊക്കെ ചിലപ്പോ അവിടെ ഒരു വൈബ്രേഷനോ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. അത് പേജ് നമ്പറൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. അപ്പൊ ആ വാണിംഗ് അനുസരിച്ചിട്ട് അതിന്റെ വൈബ്രേഷനോ അതല്ലെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ തരത്തിലുള്ള സൗണ്ടിങ് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടിങ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം. ഓക്കെ. ഇന്ന മെഷീൻ കംപ്ലൈന്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയർ നടത്താനൊക്കെ സാധിക്കില്ല. കാരണം അതിനെന്തോ അതിന്റെ എന്തെങ്കിലും ബാറ്ററിക്ക് കംപ്ലൈന്റോ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് മുൻകരുതലുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഈ വാണിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഇന്റൻഡ് ടു പ്രൊവൈഡ് വർക്കേഴ്സ് ആൻഡ് എമർജൻസി പേഴ്സണൽ വിത്ത് പ്രൊസീജിയർ ഫോർ handling or working with that substance in a safe manner and includes information such as the physical data storage, disposal, protective equipment and spill handling procedures.
ഓക്കെ, ഇതില് പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്ത് എക്യുപ്മെന്റ് ആണെങ്കിലും എന്ത് വസ്തുക്കളാണെങ്കിലും അല്ലെ ഹോസ്പിറ്റലിൽ യൂട്ടിലൈസ് ചെയ്യുന്ന പലതരത്തിലുള്ള എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുക അല്ലെ, അത് ഏത് രീതിയിലാണ് ആ ഉദ്യോഗസ്ഥര് കൈകാര്യം ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്തു കൊടുക്കണം അല്ലെ. അവിടെയുള്ള വർക്കേഴ്സിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇൻക്ലൂഡ്സ് ഇൻഫോർമേഷൻ സച്ച് ആസ് ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജ് അല്ലെ, ഇതിനെ കുറിച്ചിട്ടുള്ള അല്ലെ എങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ ഭാരമുള്ള സാധനമാണോ അല്ലെങ്കിൽ അത് എത്രയും സമയം കറണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതാണോ, അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഒക്കെ അതല്ലേ, അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ എംപ്ലോയീസിന്, അതായത് അത് ഉപയോഗിക്കുന്ന സ്റ്റാഫുകൾക്ക് അവർ മനസ്സിലാക്കി കൊടുക്കാൻ തക്ക വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം. നമുക്കറിയാം വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഏത് രീതിയിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. നമുക്കറിയാം സെപ്പറേറ്റ് വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചിലതെല്ലാം നമുക്കറിയാം വളരെയധികം പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം അല്ലെ, അവിടെ ചിലപ്പോൾ പെർമിഷൻസ് വരെ അല്ലെ, നമുക്കറിയാം ലൊക്കാലിറ്റിയുടെ ലോക്കൽ നിയമങ്ങൾക്കൊക്കെ പാലിച്ച് തന്നെ ചിലപ്പോൾ ചില വസ്തുക്കളൊക്കെ ചില വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഡിസ്പോസൽ കാര്യങ്ങൾ, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, നമുക്കറിയാം എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് അത് സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യുന്നത് അല്ലെ. ഓരോന്നും ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന രീതിയിൽ നമുക്കറിയാം മിക്കവാറും ഇലക്ട്രിക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉപയോഗം കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം ഇലക്ട്രിക് വിച്ഛേദനൊക്കെ നടത്തിയതിനു ശേഷം കൃത്യമായിട്ട് തന്നെ സേഫ് ആയിട്ടൊക്കെ യൂസ് പ്രോപ്പറായിട്ട് തന്നെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അത്തരം കാര്യങ്ങൾ ആൻഡ് സ്പിൽ ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. ഓക്കെ, എന്തെങ്കിലും ഈ പറഞ്ഞ ചോർച്ചകളും അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വില്ലേജ് വേസ്റ്റിലൊക്കെ കൈകാര്യം പഠിച്ചതാണ് അല്ലെ. എല്ലാ തൊഴിലാളികൾക്കൊക്കെ അതിനെ കുറിച്ചിട്ട് എല്ലാ സ്റ്റാഫുകൾക്കും അതേ കുറിച്ചിട്ടൊക്കെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ അത് ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഫസ്റ്റ് ഒരുപാട് പ്രൊസീജിയേഴ്സ് കൈകാര്യം ചെയ്തിട്ടാണ് ആ സ്പില്ലൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നത് അല്ലെ. ആദ്യം തന്നെ റിമൂവ് ചെയ്യേണ്ടവരെ റിമൂവ് ചെയ്ത് എന്താണ് ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ഇത്രയും ടൈമിലൊക്കെ അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അണുവിമുക്തമാക്കി ആ കാര്യങ്ങളൊക്കെ അല്ലെ, ക്ലീനിങ് പ്രോസസ് ഒക്കെ ഒന്നും കൂടി നിർവഹിച്ചിട്ടൊക്കെയാണ് തീർച്ചയായിട്ടും അതിന്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തീർച്ചയായിട്ടും അത് പബ്ലിക്കിനായിട്ട് വിട്ടുകൊടുക്കുന്നത്. സോ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ എല്ലാ സ്റ്റാഫുകൾക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഓക്കെ അല്ലേ, അത് എച്ചയില് പഠിച്ചൊരു ഭാഗം തന്നെയല്ലേ അല്ലേ. അപ്പൊ അതില് പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെതായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് മുൻകരുതലൊക്കെ എടുത്ത് യാതൊരു തരത്തിലും അപകടാവസ്ഥ ഉണ്ടാവാതെയായിട്ട് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പോ എംപ്ലോയേഴ്സിനൊക്കെ അല്ലെ അവിടെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഹസാർഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് അല്ലെ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരും അറിഞ്ഞിരിക്കണം ഇന്ന ഇന്ന അപകടാവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല അവിടെയുള്ള എംപ്ലോയീസും അല്ലെ എല്ലാ സ്റ്റാഫുകൾക്കും കൃത്യമായിട്ടുള്ള ഒരു അറിവ് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊടുക്കണം. അത് തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജിംഗ് സിസ്റ്റം അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കും കൃത്യമായിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുമെന്നുള്ള മെസ്സേജ് കൊടുക്കണം. ഒപ്പം തന്നെ സ്റ്റാഫുകൾക്കും അറിയിപ്പും ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള അതായത് നല്ല രീതിയിലുള്ള കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് നോക്കാം എംപ്ലോയി ട്രെയിനിങ്. എന്താ പറയുന്നത്, the induction program which is organized for the new employees consists of all the hazard communication procedure. ഇതിപ്പോ ചിലപ്പോ നിലവിലുള്ള എംപ്ലോയീസിനൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അല്ലെ, പുതിയ പുതിയ എന്തെങ്കിലും ഹസാർഡ്സ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റും. അതേസമയം പുതിയൊരു എംപ്ലോയി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള നോളജ് കിട്ടിയെന്ന് വരില്ല, ശരിയല്ലേ? പുതിയ സ്റ്റാഫുകൾക്കൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് അവരവരുടെ ഡ്യൂട്ടിയിൽ ഓക്കെ അപ്പൊ അവരവരുടെ ഡ്യൂട്ടിയിൽ വ്യാപൃതമാവും. പക്ഷെ ഇന്ന അപകടാവസ്ഥകൾ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് അറിയണമെന്നില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ പറയാണ് the induction program which is organized for the new employees consist of all the hazard communication procedure.
അതായത് നമുക്കറിയാം ഒരു ഓറിയന്റേഷൻ ടൈം ഒക്കെ ഉണ്ട് അല്ലെ പുതിയ എംപ്ലോയീസിനൊക്കെ. അപ്പൊ ആ എംപ്ലോയീസിനൊക്കെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ടൈമിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അവസരത്തില് ഇത്തരത്തിലുള്ള ഹസാർഡ്സുകളൊക്കെ അപകടാവസ്ഥകളൊക്കെ ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇന്ന രീതിയിലാണ് കൈകാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം. എംപ്ലോയി ട്രെയിനിങ്ങിൽ പറയുന്നത് എന്താണ്? ഇൻഡക്ഷൻ പ്രോഗ്രാം വിച്ച് ഈസ് ഓർഗനൈസ്. അത് ആർക്ക് വേണ്ടിയിട്ടാ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം? ആർക്ക് വേണ്ടിയിട്ടാ? അവിടെയുള്ള നിലവിലുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്? അല്ല, ന്യൂ എംപ്ലോയീസിന് അല്ലെ. ന്യൂ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഓക്കെ, നിലവിലുള്ള എംപ്ലോയീസിനാണെങ്കിൽ നേരത്തെ കൂട്ടി അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ദ ഇൻഡക്ഷൻ പ്രോഗ്രാം വിച്ച് ഈസ് ഓർഗനൈസ്ഡ് ഫോർ ന്യൂ എംപ്ലോയീസ്. അപ്പൊ അതിന് നോട്ട് ചെയ്യുക, ഇൻഡക്ഷൻ പ്രോഗ്രാം വിച്ച് ഈസ് ഓർഗനൈസ്ഡ് ആർക്ക് വേണ്ടിയിട്ടാണ്? ന്യൂ എംപ്ലോയീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെച്ചു കൊടുക്കുക. അടുത്ത പോയിന്റ് നോക്കുക, ഹസാർഡ്സ് വേസ്റ്റ്. ഓക്കെ, നമുക്കറിയാം വില്ലേജ് വേസ്റ്റിലൊക്കെ വേസ്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ നോക്കാം. ഹസാർഡ് വേസ്റ്റ് ഈസ് ജനറേറ്റഡ് അറ്റ് ഹോസ്പിറ്റൽസ് ബൈ ബ്ലഡ് സ്പില്ല്, ഹ്യൂമൺ ഇൻഫെക്ട്സ് പാർട്സ്, ഇൻഫെക്റ്റഡ് വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം വാർഡ്സ് ഓർ ഓപ്പറേഷൻ തിയേറ്റർ എക്സെട്ര. ഓക്കെ, നമുക്കറിയാം വ്യത്യസ്ത തരത്തില് തന്നെ വേസ്റ്റുകളുണ്ട് അല്ലെ. അവിടെ നമ്മള് പഠിച്ച ഒരു കുറെ വില്ലേജ് വേസ്റ്റ് പഠിച്ച ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതിനപ്പുറം അല്ലെ നമുക്കറിയാം ഇൻഫെക്റ്റഡ് പാർട്സുകൾ, ഓപ്പറേഷൻ തിയേറ്ററിലെ വേസ്റ്റുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഒരുപാട് വേസ്റ്റുകൾ അല്ലെ ഒന്നിച്ച് ഒരുപാട് തന്നെ ഉണ്ടാവും. ഡെയിലി അത് കളക്ട് ചെയ്ത് ഡെയിലി അത് തിരിച്ച് തന്നെ ഡിസ്പോസ് ചെയ്ത് പോകേണ്ട ആവശ്യകതയുണ്ട് അല്ലെ. അപ്പൊ ഹസാർഡ്സ് വേസ്റ്റ് ഈസ് ജനറേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റൽ ബൈ ബ്ലഡ് സ്പില്ല്. നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള സ്പില്ലുകളെ കുറിച്ച് പഠിച്ചു, ലബോറട്ടറി സ്പില്ല്, ബ്ലഡ് സ്പില്ല്, ഫ്ലൂയിഡ് സ്പില്ല് അല്ലെ. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ, കാരണം ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾസ് സഹിതമാണ് ഇവിടെ പറയുന്നത്. സ്പില്ല് ഉണ്ടാവാം, ഹ്യൂമൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാർട്സുകൾ, അതെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നത്. കാരണം അണുക്കൾ നിറഞ്ഞ പാർട്സുകളൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് ഇൻഫെക്റ്റഡ് പാർട്സ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പാർട്സുകളൊക്കെ കെയർഫുള്ളി ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അറിയാം അത് എല്ലാത്തേക്കൊക്കെ അണുക്കൾ സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. ഇൻഫെക്റ്റഡ് വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം വാർഡുകളിലാണെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. സർജിക്കൽ വേസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ സർജിക്കൽ വേസ്റ്റുകളൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഏത് രീതിയിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് എല്ലാവർക്കും തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, പ്രിവെൻഷൻ, മുൻകരുതലുകൾ. തീർച്ചയായിട്ടും നമുക്കറിയാം മുൻകരുതലുകളും അവിടെ കൊടുക്കും അല്ലെ. ഹസാർഡ്സുകൾ ഈ പറഞ്ഞ അപകടാവസ്ഥകൾ വന്ന വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന മാത്രമേ തന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മുൻകരുതലുകളും അവർക്ക് കൊടുക്കാറുണ്ട് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾസ് ആണ് ഫോളോഡ് ടു പ്രിവെന്റ് ഹസാർഡ്സ് ഫ്രം ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, പലതരത്തിലുള്ള വേസ്റ്റുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു കെമിക്കൽ വേസ്റ്റ് ആണെങ്കിലും ലബോറട്ടറി വേസ്റ്റ് ആണെങ്കിലും റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേസ്റ്റ് ആണെങ്കിലും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യട്ടെ. അതിന് വേണ്ടിയിട്ട് മുൻകരുതലുകളൊക്കെ എങ്ങനെ സ്റ്റാഫുകൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്നതാണ്. സോ ഇവിടെ ബയോമെഡിക്കൽ വേസ്റ്റും എങ്ങനെയാണ് പ്രിവെൻഷൻ അല്ലെ. അവിടെ തീർച്ചയായിട്ടും 1998 അല്ലെ അതനുസരിച്ചിട്ട് തന്നെ ആ ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ പറയുന്നത്, നിയമങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടുള്ള മുൻകരുതലുകളെല്ലാം പാലിച്ചിട്ടാണ് അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. ഡിസാസ്റ്റർ പ്ലാനിങ്, അതിലെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്കറിയാം ഓരോന്നും വൈഡായിട്ട് തന്നെ പഠിച്ചു പോയേക്കുന്നതാണ്. ആ വേസ്റ്റുകളൊക്കെ ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് തന്നെ നിയമാനുസൃതമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അതിനെ കുറിച്ചിട്ടുള്ള നോളജ് എല്ലാം എംപ്ലോയീസിന് അല്ലെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെയും കൃത്യമായിട്ട് തന്നെ അറിയിക്കേണ്ടതാണ്. ഡിസാസ്റ്റർ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസാസ്റ്റർ ആൻഡ് ഫയർ എക്സിറ്റ് പ്ലാനിംഗ്. എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനാവശ്യമായിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ പുറത്ത് കിടക്കാനായിട്ടുള്ള എക്സിറ്റ് പ്ലാനുകളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇടയ്ക്ക് നമ്മള് ഡിസാസ്റ്ററിലൊക്കെ പഠിച്ചു അല്ലെ മോക്ഡ്രില്ലൊക്കെ കൊടുത്തിട്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കും സ്റ്റാഫുകൾക്ക്. അലേർട്ടുകളൊക്കെ കൊടുക്കുന്നു. അതൊക്കെ ട്രെയിനിങ്ങുകളൊക്കെ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും ആവശ്യം. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഹെഡിങ് ആയിട്ട് പറഞ്ഞു പോയി എന്നുള്ളത് നമുക്കറിയാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ വലിയൊരു ചക്രമാണ് അല്ലെ. ഒപ്പന്നല്ലേ ഓരോ കളർ കോഡൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം ഈ ഒരു കൃത്യമായിട്ട് ഈ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെയെല്ലാം ഹോസ്പിറ്റലിൽ ഈ തരത്തിലുള്ള നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്.
ഇങ്ങനെ ഒരു മാനേജ്മെന്റ് അല്ലെ, ഇങ്ങനെ ഒരു കൈകാര്യം നടപടികളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആകെ അല്ലെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അല്ലെ എവിടെയെങ്കിലൊക്കെ ഡ്രോബാക്സ് വരാം, എവിടെയെങ്കിലും തടസ്സങ്ങൾ നേരിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ റിസ്ക് ഭാഗത്തില് എന്താ പറയുന്നത്, റിസ്ക് മാനേജ്മെന്റ് അപ്ലൈസ് ടു മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇറ്റ്സ് എ സേഫ് യൂസ്. ഓക്കെ, നമുക്കറിയാം എപ്പോഴും റിസ്കുകൾ അല്ലെ, ഏത് എന്താണെങ്കിലും സംരംഭമാണെങ്കിലും അതിന് കുറച്ച് റിസ്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകമായിട്ട് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ സേഫ് ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് അല്ലെ. സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അത്രയും റിസ്ക് എടുത്ത് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ഈസ് ഫോർമഡ് ടു അഡ്രസ് ദ റിസ്ക് ഇൻ ദ ഹോസ്പിറ്റൽ. നമുക്കറിയാം റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ഇരിക്കേണ്ട റിസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയാണ് അവര് കമ്മിറ്റി കൂടി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. കമ്മിറ്റി അനലൈസ് ദ റിസ്ക് ഇൻസിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഇംപ്ലിമെന്റ് സേഫ് പ്രാക്ടീസ്. ഓക്കെ, റിസ്കുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവര് കമ്മിറ്റി കൂടി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെ, എന്തൊക്കെ കൃത്യമായിട്ടുള്ള ഇതുകളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നപ്പോഴത് എല്ലാവരും കൂടി തീരുമാനിച്ച് അതിനുള്ള ഇൻസിഡൻസ് ഒക്കെ വരാൻ സാധ്യതയൊക്കെയുണ്ട് അല്ലെ, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ അവര് കമ്മിറ്റി കൂടി തീരുമാനിച്ച് സേഫ് ആയിട്ടുള്ള പ്രാക്ടീസ് അല്ലെ, സുരക്ഷിതമായിട്ടുള്ള നടപടികൾ അത് എന്തൊക്കെയാണ്, ഇങ്ങനെ റിസ്കുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റും അല്ലെ ഈ പറഞ്ഞ മാതിരി വേസ്റ്റ് ഡിസ്പോസൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാനേജ്മെന്റ് കൈകാര്യം ചെയ്യണ മാതിരി തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ഈ റിസ്കുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്. അവർ തീർച്ചയായിട്ടും എന്താണ് സേഫ് ആയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക, സുരക്ഷിതമായിട്ട് അല്ലെ റിസ്ക് കൂടിയ കാര്യങ്ങളെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള നടപടികളൊക്കെയാണ് സ്വീകരിക്കുന്നത്. എസ്പെഷ്യലി സേഫ്റ്റി മെഷേഴ്സ് ഫോർ പേഷ്യൻസ്. ഇവിടെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും പേഷ്യൻസ് വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മാത്രമാണ് അല്ലെ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ റണ്ണിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ അത് അവര് സുരക്ഷിതമാക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. സോ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഫോർ ദ സേഫ്റ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ചെയ്യേണ്ട റിലേറ്റീവ്സ് ഹോസ്പിറ്റൽ ഫോളോസ് ദ ഫോളോയിങ് സേഫ്റ്റി മെഷേഴ്സ്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട കുറെ സേഫ്റ്റി മെഷേഴ്സിന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് സേഫ്റ്റി ബെൽറ്റ്സ് ആൻഡ് റെയിലിംഗ് ഫോർ ബെഡ്സ് ആൻഡ് വീൽ ചെയർ. ഓക്കെ, ഇപ്പൊ വീൽ ചെയർ ഉപയോഗിക്കേണ്ടതുണ്ടാവാം. ചിലപ്പോ എന്താ പറയാ നമ്മുടെ സ്ട്രക്ചറിലും വീൽ ചെയറിലൊക്കെ രോഗികളെ കൊണ്ടുപോകും അല്ലെ. രോഗികൾക്ക് നല്ല സേവനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. കാരണം അവര് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും അതിലേക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അല്ലെ ആ ഒരു രീതി അവലംബിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. Then second one, special attention to disabled and elderly patients. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ചില പേഷ്യൻസിനോട് പറയുന്നതനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. എളുപ്പമായിരിക്കുമോ? മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഇവിടെ കിടക്കുക അല്ലെങ്കിൽ മാറിക്കോളും എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അല്ലേ. ആണ് അല്ലെ. അപ്പൊ ഇത്രയും കൂടി ഡിസേബിൾഡ് അല്ലെങ്കിൽ ഇച്ചിരി കൂടി പ്രായമെന്ന വ്യക്തികളൊക്കെ ആണെങ്കിലോ അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് ആണ്. അതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടേറിയ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എൽഡർലി പേഷ്യൻസ് ഇത്തിരി പ്രായം കൂടിയവരോ അല്ലെങ്കിൽ ഡിസേബിൾഡ് നമ്മൾ ഈ പറഞ്ഞ മാതിരി മനസ്സിലാക്കാൻ അല്ലെ എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അവശതകളൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കോൾ ബെൽസ് ഇൻ പ്രൈവറ്റ് റൂംസ്. ഓക്കെ, നമുക്കറിയാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് റൂംസ് ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും അല്ലെ അവരുടെയൊക്കെ ആണെങ്കിലും പ്രൈവറ്റ് റൂംസുകൾക്കൊക്കെ കോളുകളൊക്കെ പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ പെട്ടെന്ന് തന്നെ എമർജൻസി കേസുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളെ എത്തിപ്പെടണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. Then universal precautions in HIV positive and communicable disease patients. Okay, ലോകത്ത് എന്തൊക്കെയാണ് മുൻകരുതലായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം പടർന്ന് പിടിക്കാനായിട്ട് അല്ലെ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ്
സാംക്രമിക രോഗങ്ങള്. ഓക്കെ, അതായത് പരസ്പരം അല്ലെ 1 by 1 ആയിട്ട് പകർന്നു പോകാനായിട്ട് സാധ്യതയുള്ള സാംക്രമിക രോഗങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് യൂണിവേഴ്സൽ ആയിട്ട് അല്ലെ ലോകം എങ്ങനെയാണ് മൊത്തത്തില് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ആ പ്രിക്കോഷൻസ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. Then safe transportation of patients by following safe techniques. നമുക്കറിയാം പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ എയർ ട്രാൻസ്പോർട്ടും അല്ലെ, അതേപോലെ റോഡ് ട്രാൻസ്പോർട്ടൊക്കെ നമ്മൾ കണ്ടു. ആംബുലൻസ് സർവീസുകളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ അതൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അതിലൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ടെക്നിക്സുകളൊക്കെ അത് തീർച്ചയായിട്ടും നമുക്കറിയാം. ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്തൊക്കെ ചില പേഷ്യൻസിനൊക്കെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് കരുതലോടുകൂടി തന്നെയായിരിക്കും. ചില ആംബുലൻസിന് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. തീർച്ചയായിട്ടും പേഷ്യന്റ് നമ്മൾക്ക് വന്ന നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസ് ഒരിക്കലും ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ലാതെ തിരിച്ചു പോകരുത്. ഇൻ കേസ് ഈ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ പറ്റില്ല, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് തന്നെ അവരെ റെഫർ ചെയ്താൽ പോലും ഇവിടെ ആയിരുന്നപ്പോൾ ഇവിടെ നിന്ന് മറ്റു ഹോസ്പിറ്റലിൽ എത്തുന്നവരേക്കും നമ്മുടെ ഹോസ്പിറ്റലിലെ സേവനങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം. അങ്ങനെ പേഷ്യൻസിനൊക്കെ ഹൈ റിസ്ക് എടുത്തായിരിക്കും കൊണ്ടുപോകുന്നത്. മറ്റേ ടൈമിലൊക്കെ അല്ലെ പോകുന്ന ടൈമിലൊന്നും പേഷ്യൻസിന് ഒരു പ്രശ്നമൊന്നും സംഭവിക്കാതെ, അങ്ങനെ പ്രശ്നം സംഭവിച്ചത് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് പോകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം പോകുന്നത്. ആ റിസ്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം അവിടെ ലെറ്റേഴ്സ് ഒക്കെ സൈൻ ചെയ്ത് അല്ലെ, അവിടെ കൺസെന്റിന്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് ഒപ്പൊക്കെ ഇട്ട് അതിന് ശേഷമാണ് പേഷ്യൻസിന് അയക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സേഫ്റ്റി ടെക്നിക്സ് ഇൻ കേസ് നമുക്കറിയാം ചില മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ആംബുലൻസിനോടൊപ്പം തന്നെ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സോ അത്തരത്തിലുള്ള സേഫ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നിർവഹിക്കുക. സയൻസ് ഓരോ ബോർഡ്സ് അറ്റ് വേരിയസ് പ്ലേസസ് വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ പേഷ്യൻസിന് അല്ലെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ലേബലുകളൊക്കെ കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ, ഓരോന്നും കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള സൈനിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, സൈൻ ബോർഡുകളൊക്കെ കൊടുക്കുക. പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഫോർ ദിയർ സേഫ്റ്റി. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും അല്ലെ തീർച്ചയായിട്ടും എന്താണ് രോഗപ്രതിരോധം ഒക്കെ ഉണ്ടാവണം അല്ലെ. എല്ലാ പേഷ്യൻസും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമാക്കി തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ സേവനം ലഭ്യമാക്കണം. സോ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ അല്ലെ, സേഫ്റ്റി എഡ്യൂക്കേഷൻസ് ഒക്കെ വിദ്യാഭ്യാസമൊക്കെ അവർക്ക് പറഞ്ഞ മനസ്സിലായി. നമുക്കറിയാം കോവിഡ് ടൈമിലൊക്കെ ആണെങ്കിലും വരുന്നവരെല്ലാവരും മാസ്ക് ധരിക്കണം അല്ലെ. ഇപ്പോഴാണെങ്കിലും നമുക്കറിയാം അവിടെ അണുമുക്തമാക്കിയ രീതിയിൽ സാനിറ്ററി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ, അത്തരത്തിലുള്ള അറിവുകൾ തീർച്ചയായിട്ടും പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുക്കണം അല്ലെ. പേഷ്യൻസിന് കൃത്യമായിട്ട് സേഫ് സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ അനുഭവിച്ചിട്ട് കടന്നു പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള അറിവെല്ലാം കൃത്യമായിട്ട് തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് റിസ്ക് കൂടിയ കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും റിസ്ക് മാനേജ്മെന്റ് തലത്തിൽ തന്നെയാണ് അവർ കൂടിയാലോചനയൊക്കെ നടത്തിയിട്ട് പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ബോധവാന്മാരാക്കുകയും അതേ കുറിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ, എല്ലാം മാനേജ്മെന്റ് തലമാണ് നമ്മൾ പഠിച്ചത്. അതായത് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു അല്ലെ നല്ലൊരു കൺട്രോൾ, നല്ല ചിട്ടയായ ഒരു ക്രമീകരണം വേണം എന്തിനാണെങ്കിൽ അല്ലെ. ആ ചിട്ടയായ ക്രമീകരണം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എവിടെയെങ്കിലും പാളിച്ചകൾ വരാം. ആ ക്രമീകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സ്റ്റാഫുകൾക്കും ഒക്കെ ആയിരിക്കും. കാരണം അവർക്ക് അല്ലെ അവരുടെ ഹെൽത്തിനെ കുറിച്ചിട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡ്യൂട്ടിയെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിലും എല്ലാ നോളജും അവർക്ക് പകർന്നു കൊടുത്തിട്ടാണ്. അപ്പൊ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് ഡ്യൂട്ടി ചെയ്യാനൊക്കെ സാധിക്കും. ഇത് നല്ലൊരു ഡിസൈൻ അല്ലെങ്കിൽ നല്ലൊരു ക്രമീകരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഉടനീളം പഠിച്ചത് ഈ നല്ലൊരു ക്രമീകരണത്തെ കുറിച്ചിട്ടാണ്. ഓരോ വിഭാഗത്തിലും ഇന്ന രീതിയിലുള്ള ക്രമീകരണം, ഹസാർഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ക്രമീകരണം വേണം, റിസ്ക് ഉണ്ടെങ്കിൽ അതിന്റെ ക്രമീകരണം വേണം അല്ലെ. എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും ക്രമീകരണം വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ആണോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ വലിയ ചാപ്റ്റർ ആണെന്ന് മാത്രം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? അയച്ചു നോക്കാം. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെയാണ്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ വരാണ്ടോ. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചോദ്യം തന്നെ മനസ്സിലാക്കി തന്നെ ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കി തന്നെ പോകും. ഇപ്പൊ റിസ്ക് മാനേജ്മെന്റ് ആണെങ്കിലും എന്താണ് അതില് പ്രധാനമായിട്ടും നമ്മളോട് പറയുന്നുണ്ട് അല്ലെ, അവിടെ കമ്മിറ്റി കൂടിയിട്ടാണ് കമ്മിറ്റി അനലൈസ് ദ റിസ്ക് ഇൻസിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഇംപ്ലിമെന്റ് സേഫ് പ്രാക്ടീസ് അല്ലെ. ആരാണ് അനലൈസ് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കമ്മിറ്റിയാണ് അല്ലെ. റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ആയിരിക്കും അനലൈസ് ചെയ്യുന്നത് എന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. then അതേപോലെ തന്നെ സേഫ്റ്റി സ്പെഷ്യൽ സേഫ്റ്റി മെഷേഴ്സ് ഫോർ പേഷ്യൻസ് അല്ലെ, വിച്ച് ആർ ദ സ്പെഷ്യൽ സേഫ്റ്റി മെഷേഴ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. then അതേമാതിരി തന്നെ അല്ലെ എല്ലാത്തിലും ആണെങ്കിലും ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാം ഹസാർഡ്സ് ഫ്രം ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹസാർഡ് വേസ്റ്റിലൊക്കെ എന്തൊക്കെ ഉൾപ്പെടാം നമുക്കറിയാം. അപകടകരമായിട്ടുള്ള വേസ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. then എംപ്ലോയി ട്രെയിനിങ് അല്ലെ, അത് ഞാൻ നേരത്തെ നോട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. അത് ഇച്ചിരി ശ്രദ്ധിച്ചോളൂ. കാരണം ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാതിരിക്കരുത്. അത് ന്യൂ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പാക്കേജ് ആണ്. അത് ഓർത്താമത് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഓറിയന്റേഷൻ ആണ്. അപ്പോ അത് ഇൻഡക്ഷനും അതിന് വേറൊരു യൂസേജ് ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ന്യൂ എംപ്ലോയീസിന് അവൈലബിൾ ആകുന്ന ട്രെയിനിങ് പ്രോസസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെയാണ്. നമ്മളിപ്പോ എന്നാ വേറൊരു ചാപ്റ്ററും കൂടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ദിവസം? 6 ആണ്. 6ലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ചാപ്റ്റർ 5 മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പേജ് നമ്പർ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതിലും പേജ് നമ്പർ കാണാം അല്ലെ? ഓക്കെ ഓക്കെ. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് എന്താ പറയാ, അറിയാനായിട്ട് കർഷമുള്ളൂ. പക്ഷെ ഇതിന്റെ ഉള്ളില് വായിച്ചൊക്കെ വരുമ്പോ ഇച്ചിരി എന്താ പറയാ പ്രത്യേക രീതിയിലൊക്കെയാണ്. കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് അറിയാവുന്ന കുറച്ച് മാറ്റം. ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലേസ് ആണ്, സുപരിചിതമായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ അതില് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് എങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം അതിനെ കുറിച്ചിട്ടൊക്കെ. തീർച്ചയായിട്ടും അറ്റകുറ്റപ്പണികളൊക്കെ പ്രോപ്പർ ആയിട്ട് നടത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഇപ്പൊ പേഷ്യന്റ് വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഇടിഞ്ഞും പൊളിഞ്ഞ് വീഴാൻ നിൽക്കുന്നത് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം അല്ലെ. എല്ലാത്തിനും നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം എംപ്ലോയീസിന്, അതായത് സ്റ്റാഫുകൾക്കും ഉണ്ടാവണം. അതേപോലെ തന്നെ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള സേവനം ലഭ്യമാകണം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഹോസ്പിറ്റലിലേക്ക് പിന്നെ വരാനായിട്ട് പേഷ്യൻസ് ഒന്നും തയ്യാറാവില്ല അല്ലെ. എക്യുപ്മെന്റ്സ് വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചോർച്ചയും കാര്യങ്ങളൊക്കെ അല്ലെ, ഒരു മഴ വരുമ്പോഴേക്കും ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിലേക്ക് ഒന്നും ആരും പോകില്ല അല്ലെ. അതല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്ലീനിങ് സെക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്റെ അസുഖം മാറണം അല്ലെ. മോസ്റ്റ്ലി അവര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം മോസ്റ്റ്ലി പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നല്ല സ്കില്ലുള്ള നോളജ് ഉള്ള സ്റ്റാഫുകൾ അവിടെ വേണം. അത് മാത്രമല്ല ഇവർക്ക് ഇങ്ങനെ നോളജും സ്കില്ലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത് പേഷ്യൻസിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പലതരത്തിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രദാനം ചെയ്ത് കിട്ടണം അല്ലെ. നല്ല എക്യുപ്മെന്റ്സ് വേണം, നല്ല നല്ല പ്രോപ്പർ ആയിട്ട് അവർ പറയുന്ന ടൈമിലൊക്കെ നല്ല പെരുമാറ്റം വേണം, എല്ലാം വേണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മെയിൻ്റനൻസ് എപ്പോഴും ഈ പറഞ്ഞ അറ്റകുറ്റപ്പണികൾ എന്തായാലും ഉണ്ട്.
അപ്പൊ ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിന്റെ അറ്റകുറ്റപ്പണി മാത്രമല്ല, എക്യുപ്മെന്റ്സുകളുടെ റിപ്പയറിങ്, അതേമാതിരി തന്നെ വയറിങ്, പ്ലംബിങ്, അല്ലെ, അവിടെ AC, എയർ കണ്ടീഷനിങ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ അവിടെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് പോകണം, അല്ലെ. എവിടെയെങ്കിലും 1-2 ദിവസം കഴിയട്ടെ. ഇപ്പൊ നമ്മള് വീടുകളിലൊക്കെ ചിലപ്പോഴൊക്കെ ഇന്ന് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഡ്രോബാക്ക് കണ്ടു, നമ്മൾ ചിലപ്പോ നാളെ തന്നെ പരിഹരിച്ചെന്ന് വരില്ല, അല്ലെ. ചിലപ്പോ ഭയങ്കര ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ പരിഹരിക്കുന്നത്, ചിലപ്പോഴൊക്കെ നീണ്ടു പോവാറുണ്ട്. നമ്മുടെ വീടുകളുടെ അവസ്ഥ. പക്ഷെ അതേപോലെ ആയിരിക്കും ഹോസ്പിറ്റലിലെ അറ്റകുറ്റപ്പണികൾ, അല്ലെ. വീട്ടിലാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ സഫർ ചെയ്ത് 1-2 വീക്കൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഹോസ്പിറ്റലിലെ അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അപ്പാപ്പ തന്നെ ക്ലിയർ ചെയ്ത് പോകണം, അല്ലെ. അതല്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം കഴിയട്ടെ എന്നൊക്കെ വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി അണുക്കളൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, അല്ലെ. അപ്പൊ എല്ലാ പ്രോസസ്സും നല്ല അപ് ടു ഡേറ്റ് ചെയ്ത് തന്നെ കൈകാര്യം ചെയ്തു പോകണം. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെ, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് അതിപ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പൊ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ചെറിയ എന്താ പറയുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ചെറിയ ചാപ്റ്റർ ഒക്കെ തന്നെയാണ്, അത്ര ചെറുതല്ലാത്ത ചാപ്റ്റർ ആണ്. പക്ഷെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചത്ര സ്പീഡിൽ നമുക്കത് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നിച്ചു പോവാനായിട്ട് നമുക്ക്, അല്ലെ, അങ്ങനെ പോകുന്നതായിരിക്കും ഇതിനും കൂടെ ബെറ്റർ. കാരണം ഇതിൽ വ്യാഖ്യാനിക്കുന്ന രീതി കുറച്ചുകൂടി നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പോകാനായിട്ട് ശ്രമിക്കാം. മോസ്റ്റ്ലി എന്താണ് മെസ്സേജുകൾ അയക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു രൂപം മനസ്സിലായില്ലേ എന്താണ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്? മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും അറ്റകുറ്റ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കേടുപാടുകളൊക്കെ എന്തായാലും ഉണ്ടാവും. അത് അപ്പം പരിഹരിച്ചു പോകണം. ഇപ്പൊ നമുക്കറിയാം പണ്ടത്തെ മാതിരി അത് റിട്ടേൺ ഡോക്യുമെന്റ് ഒക്കെ ആയിട്ട് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ചേംബറിലൊന്നും എത്തിച്ചല്ല കൈകാര്യം ചെയ്ത് പോകുന്നത്. അപ് ടു ഡേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയാം. നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ട്, അല്ലെ. അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് എല്ലാ ലെവലിലേക്കും എത്തും. അതിനനുസരിച്ചുള്ള റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകണം. അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയറിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ ആ സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും റിപ്പയർസ് വന്ന് കൃത്യമായിട്ട് തന്നെ എന്താണോ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ ക്ലിയർ ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ പഴയ ആ കാലഘട്ടത്തിൽ നിന്ന് നമുക്കറിയാം ഇപ്പൊ ഡിജിറ്റലൈസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം വരുന്നത്. സോ ആ രീതിയിൽ തന്നെയാണ് ഹോസ്പിറ്റലുകൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. അപ്പോ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽസ് ആർ വൺ ഓഫ് ദോസ് ഫെസിലിറ്റീസ് വി cannot live without. ഓക്കെ, നമുക്കറിയാം നമുക്ക് ജീവിക്കണമെങ്കിൽ ഹോസ്പിറ്റൽ ഇല്ലാതെ പറ്റില്ല. കാരണം അസുഖങ്ങളൊക്കെ ആർക്കാണെങ്കിലും വരാം. അത് വേഗമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി ആവശ്യമാണ്. We accept them to always be able to deliver a sufficient level of service. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു സേവനമാണ്, അല്ലെ. അവിടെ നിന്ന് നമ്മൾ വില കൊടുത്ത് മേടിക്കുന്നത് നല്ലൊരു സേവനമാണ്, വില കൊടുത്ത് മേടിക്കുന്നത്. However, that holds true only if hospital and the facility managers give proper attention to hospital maintenance. ഓക്കെ, അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഫെസിലിറ്റി മാനേജേഴ്സിന്റെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷനോടുകൂടി, അല്ലെ, നല്ല രീതിയിലുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള നല്ല സേവനങ്ങൾ തീർച്ചയായിട്ടും ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. Then despite the downtime, equipment failure and other asset issues can heavily disrupt workflows in any industry. In the context of a hospital, they are literally the line between life and death. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ചില തരത്തിലുള്ള ഫെയിലിയർ ഒക്കെ എക്യുപ്മെന്റിന്റെ ഫെയിലിയറും സംഭവങ്ങളൊക്കെ സംഭവിക്കാം, അല്ലേ. എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാട് സംഭവങ്ങളൊക്കെ സംഭവിക്കാം. എന്തെങ്കിലും സെറ്റുകൾക്കും എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ വരാം, അല്ലെ. എന്തെങ്കിലും ആസ്തികൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്താ പറയുന്നത് തകരാറുകളൊക്കെ സംഭവിക്കാം. പക്ഷെ ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള തകരാറുകൾ സംഭവിക്കുമ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ അവിടെ ജീവൻ മരണ, അല്ലെ, കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ജീവന്റെ
ആരോഗ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ സേവനങ്ങൾ നേടിയെടുക്കാൻ പേഷ്യൻസ് വരുന്നത്. സോ അറ്റേ ടൈമിൽ അവിടെ ഇത്തരത്തിലുള്ള കേടുപാടുകൾ അറ്റകുറ്റപ്പണി കാര്യങ്ങളൊക്കെ വരികയാണ്, അസറ്റ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ എക്യുപ്മെന്റിന് എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ഭവിഷ്യത്ത് ഒരു വലിയ ഭവിഷ്യത്തായിരിക്കും. ശരിയല്ലേ? ശരിയാണോ? ആണോ? അപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിക്കൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും മെഷീന് തകരാറ് സംഭവിച്ചൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ, റിസ്ക് അല്ലേ? അല്ലേ? ആണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് അതാണ്, മറ്റ് ഇൻഡസ്ട്രികളെ പോലെയല്ല ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ്. Fortunately, problems with the physical assets and infrastructure are avoidable by following best practices and using maintenance software to organize and streamline all aspects of maintenance work. Okay. ഇവിടെ പറയാണ് അടിസ്ഥാനപരമായത് ഈ പറഞ്ഞ ഈ അസറ്റുകളൊക്കെ നമുക്കറിയാം, ചില ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ എന്തായാലും എല്ലാ അസറ്റുകളിലും അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കാം അല്ലെ. നമ്മൾ നേരത്തെ കൂട്ടി ആലോചിക്കാതൊക്കെ സംഭവിക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അപ്പോൾ നമ്മൾ ചെയ്യണം അല്ലെ. അവോയ്ഡബിൾ ബൈ ഫോളോയിങ് ബെസ്റ്റ് പ്രാക്ടീസ്. ഇത്തരത്തിലുള്ള ഈ ഒരു പാളിച്ചകളെല്ലാം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് പ്രാക്ടീസുകൾ ഫോളോ ചെയ്യണം. മെയിൻ്റെനൻസ് സോഫ്റ്റ്വെയറുകൾ ഈ പറഞ്ഞ കേടുപാടുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് സ്ട്രീം ലൈൻ ഓൾ ആസ്പെക്ട് ഓഫ് മെയിൻ്റെനൻസ് വർക്ക് അല്ലെ. എല്ലാം തന്നെ സ്റ്റേബിൾ ആയിട്ട് അല്ലെ, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഒരു പരിധി വരെ ഇൻ കേസ് ഒരു മെഷീൻ കംപ്ലൈന്റ് ആണെങ്കിൽ അടുത്ത മൊമെന്റിൽ തന്നെ മറ്റൊരു മെഷീൻ യൂസ് ചെയ്യാനായിട്ടുള്ള സജ്ജീകരണം എങ്കിലും അവിടെ അല്ലെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തു പോകണം. കാരണം ഒരിക്കലും ആ ഒരു ടൈമിൽ തന്നെ യാതൊരു തരത്തിലുള്ള അല്ലെ ഡിസ്ട്രക്റ്റുകൾ എന്തെങ്കിലും തകരാറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആ തടസ്സങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഫോളോ ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ മസ്റ്റായിട്ട് നമുക്കറിയാം മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. അപ്പൊ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ള പ്ലേസുകളിൽ നിന്ന് അപേക്ഷിച്ച് ഹോസ്പിറ്റലുകളിൽ തകരാറുകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാവും, അവിടെ ജീവൻ മരണ അല്ലെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. നമുക്കറിയാം ആ സർവീസ് കൃത്യമായിട്ട് തന്നെ അവൈലബിൾ ആയാൽ ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. They are literally the line between life and death. മറ്റുള്ളതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവനെ അല്ലെ ജീവന്റെ ആ തുടിപ്പ് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള സർവീസ് ഒരു തടസ്സമില്ലാതെ തന്നെ ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. Why are hospitals so different from other buildings? നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് മറ്റു ബിൽഡിങ്ങുകളിൽ നിന്ന് ഡിഫറെന്റ് ആണ് എന്ന് പറയുന്നത്? നാച്ചുറലി നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം അല്ലെ, ഒരു കോമൺ സെൻസ് ചിന്തിച്ചാൽ തന്നെ അറിയാം എന്തുകൊണ്ടാണ് അത് ഡിഫറെന്റ് ആവുന്നത്. From the outside, most hospital buildings seems fairly peaceful and quiet. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു കയറ്റായിട്ടുള്ള അന്തരീക്ഷം തന്നെ അവിടെ ഉണ്ടായിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഹോസ്പിറ്റലില് അല്ലെ നമുക്കറിയാം നല്ലൊരു ക്ലൈമറ്റ് തന്നെ ചിലപ്പോ മാനസികമായിട്ട് രോഗികൾക്ക് കുറച്ച് രോഗശമനങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കും അല്ലെ. ഈ പറഞ്ഞ മാതിരി എന്താണ് അറ്റകുറ്റപ്പണികളൊക്കെ തട്ടുമുട്ടും, ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററും അതൊക്കെ അതിനോട് ചേർന്ന വിധത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ രോഗിക്ക് വർഷം കൂടി രോഗാവസ്ഥ മോചിക്കാനായിട്ടായിരിക്കും സാധ്യത. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ശ്രദ്ധാപൂർവ്വം ഹാൻഡിൽ ചെയ്തിട്ടായിരിക്കും അല്ലെ. ഇനിയിപ്പോ പുതിയൊരു ബിൽഡിംഗ് പണിയുന്നുണ്ടെങ്കിൽ തന്നെ മറ്റേ ടൈമിൽ ചിലപ്പോൾ വേണമെങ്കിൽ ചില വർക്കിംഗ് കാര്യങ്ങളൊക്കെ അവര് മാറ്റി സ്ഥാപിക്കും. കാരണം എന്തുകൊണ്ടാണ് അവിടെയുള്ള രോഗികളുടെ സാറ്റിസ്ഫാക്ഷനെ മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഒരു പീസ്ഫുൾ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തീർച്ചയായിട്ടും എല്ലാ രോഗികളും ആഗ്രഹിക്കുന്ന ഒരിടമാണ് ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസർ എക്സാമിനേഷൻ യു വിൽ സീ ദാറ്റ് സ്ട്രക്ചർ കണ്ടെയ്ൻസ് എ കോംപ്ലക്സ് മിക്സ് ഓഫ് ഇന്ററാക്ടിംഗ് പാർട്സ് ലൈക്ക്. നമുക്കറിയാം അതിന്റെ ആ ഒരു ഘടന, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ ആ ഒരു ഘടന തന്നെ നമ്മൾ ഒന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഡയഗ്നോസ്റ്റിക്സ്, അതായത് രോഗനിർണയങ്ങൾ അല്ലെ, ഓരോ വയ്യാതെ വരുന്ന രോഗാവസ്ഥകൾ വിട്ടുമാറുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം
റേഡിയോ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം, ലബോറട്ടറിയുടെയൊക്കെ സേവനങ്ങൾ തേടിയിട്ടൊക്കെ രോഗനിർണയങ്ങളൊക്കെ നടത്തി വരുന്ന ഒരു സ്പെഷ്യൽ പ്ലേസുകളാണ്. ദെൻ ഫാർമസി, അവിടെ പ്രവർത്തിക്കുന്ന മറ്റൊരു എന്ന് പറയുന്നത് ഫാർമസി, രോഗികൾക്ക് നമുക്കറിയാം മെഡിസിനും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലേസ്. ദെൻ നഴ്സറീസ്, അതായത് നഴ്സറീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒബ്സ്റ്ററിക്സ് വിഭാഗങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. കൊച്ചുകുട്ടികളൊക്കെ ജനിച്ചു ഉടനെ തന്നെ വലിയ വലിയ സൗണ്ടുകളും ഓക്കെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഈ പറഞ്ഞ എയർ കണ്ടീഷനൊക്കെ ട്രബിളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവര് എന്താ പറയുന്ന ഭൂമിയിലേക്ക് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് അത്തരത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിനോട് യോജിച്ച് വരുന്ന ടൈമൊക്കെ. അപ്പൊ അതൊക്കെ പ്രവർത്തിക്കുന്ന പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ അവിടെയൊക്കെ അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ എപ്പോഴും മസ്റ്റായിട്ട് തന്നെ കീപ്പ് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകണം. ക്ലിനിക്കൽ ലബോറട്ടറീസ്, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ലബോറട്ടറിയിലാണെങ്കിലും ബ്ലഡും ഫ്ലൂയിഡ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ്. അവിടെയൊക്കെ ആളുകളൊന്നും ഇതല്ലേ പറ്റിപ്പിടിക്കാനൊന്നും പാടില്ലാത്ത രീതിയിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടപടിക്രമത്തോടും കൂടിയിട്ട് കൈകാര്യം ചെയ്തൊക്കെ പോവേണ്ടതുണ്ട്. ഇമേജിങ് അല്ലെ, റേഡിയേറ്ററി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ സിറ്റി സ്കാനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് ആൻഡ് എമർജൻസി റൂം, ഓക്കെ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റുകളും എമർജൻസി പ്രോസസ് ഒക്കെ നിർവഹിക്കുന്നതാണ്. സോ അവിടെയെല്ലാം ഇതാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി മെയിൻ്റെനൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഫീൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഒഴിവാക്കി പോകേണ്ടതാണ് അല്ലെ. മറ്റൊരു ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. വീണ്ടും പറഞ്ഞു പോകുന്നുണ്ട് സർജറി ഹാൾസ് ഒക്കെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ദെൻ ഫുഡ് സർവീസസ്, ക്യാൻറ്റീൻ സർവീസുകളൊക്കെ ഉണ്ട്. ഇനി ഒരു ദിവസത്തെ ഭക്ഷണം അത് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് അന്ന സ്ഥലത്തൊക്കെ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കുറച്ചും കൂടി അല്ലെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസുകളാണ്. സോ അവിടെ നിന്നൊക്കെ ആളുകൾ പ്രസരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം രോഗികളെ എഫക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. സോ അവിടുത്തെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകണം. തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളുണ്ട്, അവിടെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ചീഞ്ഞ മണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഹോസ്പിറ്റലിനെ കൂടി എഫക്ട് ചെയ്യും. എന്താണ് ഹൗസ് കീപ്പിംഗ്, ഓക്കെ നമുക്കറിയാം എല്ലാം കീപ്പ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ നടപടിക്രമങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സുകൾ അല്ലെ അനുഭവിക്കേണ്ടി വരുന്നു. ഇൻപേഷ്യന്റ് ഹൗസിംഗ്, തീർച്ചയായിട്ടും പേഷ്യൻസ് ഒക്കെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അവരവരുടെ സാമഗ്രികളൊക്കെ സൂക്ഷിച്ച് അവരവരുടേതായിട്ടുള്ള രോഗശമനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഗവൺമെന്റിനൊക്കെ അവിടെ അപ്പോയിന്റ് കിട്ടുന്നത്, അവിടെ സേവനം നേടിയെടുത്ത് പോകുന്നത്. സോ അവിടെ എല്ലാം തീർച്ചയായിട്ടും അവർക്ക് പല കാര്യങ്ങളും ആവശ്യമാണ് അല്ലെ. അവർക്ക് ടോയ്ലറ്റ് സൗകര്യം ആവശ്യമാണ്. ഇൻ കേസ് പ്രോപ്പർ ആയിട്ടുള്ള പ്ലംബിങ്ങും വർക്ക് ഇലക്ട്രിക്കൽ വർക്കും ഒന്നും അവിടെ നടന്നിട്ടില്ലെങ്കിൽ ആ ഇൻപേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലെ. ആ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം അവിടെ ഫോളോ ചെയ്ത് പോകേണ്ടത്. ആൻഡ് മിനിമോ, തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലാണെങ്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനധികം അല്ലെ ഇതിനേക്കാൾ അധികം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോകുന്ന ഒരു ഇടമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ മറ്റു ബിൽഡിങ്ങിൽ നിന്നും ഇത് വ്യത്യസ്തമാണ് അല്ലേ, മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും വ്യത്യസ്തമല്ലേ. അതാണ് ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ നിർവഹിച്ചു പോകുന്നത്. ഓക്കെ അല്ലേ, ശരിയല്ലേ? അതിന്റെ ആ ഒരു പ്രാധാന്യം എന്താന്നുള്ളത് ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? മെയിൻ്റെനൻസ് കാര്യങ്ങൾക്കുള്ള പ്രാധാന്യം എന്താന്നുള്ളത് ഓക്കെ, അതാണ് വീണ്ടും ഇവിടെ എടുത്ത് പറഞ്ഞു പോകുന്നത്. നമുക്ക് അറിയാവുന്ന മാറ്ററൊക്കെ തന്നെയാണ്, കാരണം മറ്റു ഇൻഡസ്ട്രിയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ്. അവിടെ ഒരു മെയിൻ്റെനൻസ് വർക്കുകൾ പെൻഡിങ് വെക്കാൻ പാടില്ല, അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. വീണ്ടും നോക്കാം. although this sounds like quite handled already, that's not all. Each of this each unit is subjected to a unique set of strict operating procedures that are regularly monitored by regulatory authorities. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു മേഖല എടുത്ത് നോക്കാം. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, റേഡിയേറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതിന് ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കാം, ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു പോകണം അല്ലെ. എവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ക്ലീനിങ് പ്രോസസ്സ് ശരിയല്ലാതെയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾ അതല്ലെങ്കിൽ എക്യുപ്മെന്റ്സിനൊന്നും ഷോർട്ടേജോ അല്ലെങ്കിൽ റിക്വയർമെന്റിന്റെ ആവശ്യകതയൊന്നും വരാൻ പാടില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും സ്ട്രിക്റ്റ് ആയിട്ട്
ഫോളോ ചെയ്ത് പോയാലാണ് എല്ലാം കൂടിയും ഒത്തിണങ്ങി ആ പേഷ്യൻസിന് സർവീസ് അവൈലബിൾ ആവുള്ളൂ. അല്ലെ, ഇപ്പൊ ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ പോയി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു സ്കാൻ എടുത്തിട്ട് വാ, അതല്ലെങ്കിൽ ലബോറട്ടറി പോയി ഇന്ന സേവനം നേടിയെടുത്തിട്ട് വാ, അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ രോഗി ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ കയറി ഇറങ്ങുന്നു, അല്ലെ. ഇത് ആ കയറി ഇറങ്ങുന്ന ടൈമിൽ ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാന്നുണ്ടാവും. അപ്പൊ ക്യാൻറ്റീൻ സേവനം അവർ നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ റേഡിയോളജി ഒക്കെ പക്കാണ്ട് പെർഫെക്റ്റ് ആണ്, എന്നാൽ ലബോറട്ടറിയിൽ ചിലപ്പോൾ കുറെ ക്യൂ നിൽക്കേണ്ടി വരും. അവിടെ ചിലപ്പോ നല്ല പേര് കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുമോ? അവിടുത്തെ എക്യുപ്മെന്റ്സിന് കുറച്ച് സമയം എടുക്കും, ആവില്ല, അല്ലെ. അപ്പൊ എവിടെയും നമുക്കറിയാം പക്ക പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോയാൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഈച്ച് ഓഫ് ദീസ് യൂണിറ്റ്സ് ഇസ് സബ്ജക്ട് ടു എ യൂണിക് സെറ്റ് ഓഫ് സ്ട്രിക്റ്റ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അല്ലെ. എല്ലായിടത്തും ഐക്യത്തോടുള്ള ഒരു സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ തന്നെ മോണിറ്റർ ചെയ്ത്, അല്ലെ, അതോറിറ്റി റെഗുലേറ്ററി അതോറിറ്റി നമുക്കറിയാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് നിർമ്മിക്കുന്നവരെ അവരെ ഫോളോ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നവരൊക്കെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് ഇതെല്ലാം ഒക്കെയാണെന്ന് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓർഗനൈസിംഗ് മെയിൻ്റനൻസ് വർക്ക് അറൗണ്ട് ഈ 24 hours, അല്ലെ, അവിടെ 7 സർവീസ്, അതായത് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ് ഈ പറഞ്ഞ മെയിൻ്റനൻസ് വർക്ക് ഡിപ്പാർട്ട്മെന്റ്. കാരണം രാത്രിയിലാണ് എന്തെങ്കിലും മെയിൻ്റനൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ രാത്രി തന്നെ അത് മെയിൻ്റനൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അത് പിന്നീട് രാവിലെ ആവട്ടെ എന്ന് വെക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വീട്ടില് ഒരു കാര്യം ചെറിയൊരു സംഭവം സംഭവിച്ചിങ്ങനെ വേണമെങ്കിൽ 1-2 ദിവസം നമുക്ക് നീട്ടി വെക്കാം. പക്ഷെ ഹോസ്പിറ്റൽ അങ്ങനെയല്ല, ഏതെങ്കിലും വലിയൊരു എക്യുപ്മെന്റ് കംപ്ലൈന്റ് ആണ് അത് അപ്പോൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെ. നമ്മളിപ്പോ കറണ്ടിന്റെ കാര്യങ്ങൾ, ഫ്ലോയുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോ എന്താണ് അത് നല്ല ഇൻവെർട്ടറും അല്ലെങ്കിൽ എന്തെങ്കിലും ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നവരായിരിക്കും. ഇനി ഏതെങ്കിലും റൂമിൽ ചിലപ്പോൾ വേണമെങ്കിൽ അറ്റ് എ ടൈമിൽ അവർക്ക് എന്താണ് എയർ കണ്ടീഷൻ വർക്കിംഗ് അല്ല, അവര് നാളെ ആവട്ടെ മറ്റന്നേ ആവട്ടെ ഈ പേഷ്യന്റ് ഹാപ്പി ആവുമോ? അല്ല, അറ്റ് എ ടൈമിൽ തന്നെ അവർക്കത് പരിഹരിച്ചു വേണം. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ ന്യൂബോൺ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്കൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സേവനത്തിന്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ അറ്റ് എ മൊമെന്റിൽ തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു റൂമിലെ വെള്ളം കിട്ടുന്നില്ല, കറണ്ട് കിട്ടുന്നില്ല, അല്ലെ, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് വർക്കിംഗ് അല്ല, മറ്റേ ടൈമിൽ തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്യണം. സോ ഇത് ഒന്ന് നോട്ട് ചെയ്യാം. ഈ പറഞ്ഞ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ, അത് 24 മണിക്കൂറും വർക്കിംഗ് ആണ്. Walking to hospital at any hour, day or night, and there's some important activities going on. അത് തന്നെ പ്രതിപാദിച്ചിരിക്കുകയാണ്. അത് നൈറ്റ് ആയിക്കോട്ടെ ഡേ ആയിക്കോട്ടെ ഏതെങ്കിലും അവേഴ്സ് ആയിക്കോട്ടെ അവിടെ മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു പാരഗ്രാഫ് കൂടി ഇതിന്റെ കണ്ടിന്യൂഷൻ ആണത്. അത് തന്നെയൊക്കെ തന്നെയാണ്. സ്പീഡ് കൂടുതലായി തോന്നിയോ? ഓക്കെയാണോ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? സുഖകരമെല്ലാം തോന്നുന്നു, അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ അത്ര അങ്ങോട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനല്ല. പറഞ്ഞൊരു കാര്യം ആശയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും, അല്ലെ. എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്, ക്ലിയർ ആണ്. Okay, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ നോക്കാം. For the maintenance team, this can be especially complex. They will need to keep a number of systems running continuously and still somehow find a time and a place to perform a scheduled maintenance. Okay. നമുക്കറിയാം ഒരു അതിസങ്കീർണമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. കാരണം നമുക്കറിയാം മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് ഉണ്ടാവും, ചിലപ്പോൾ പ്ലംബിംഗ് മെയിൻ്റനൻസ് ആയിരിക്കും, ഇലക്ട്രിക്കൽ വർക്ക് മെയിൻ്റനൻസ് ആയിരിക്കും, ബിൽഡിംഗ് മെയിൻ്റനൻസ് ആയിരിക്കും. പലതരത്തിലുള്ള മെയിൻ്റനൻസ് വർക്ക് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിരിക്കും, അല്ലെ. ചിലപ്പോൾ ലബോറട്ടറിയിലാണെങ്കിലും അത് ചിലപ്പോൾ വേറൊരു ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന റൂമിലായിരിക്കും കംപ്ലൈന്റ്. സോ നമുക്ക് അതെല്ലാം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അതെല്ലാം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി സങ്കീർണമായ ഒരു ബുദ്ധിമുട്ടേറിയ ഡ്യൂട്ടി തന്നെയാണ്.
They will need to keep a number of systems running continuously and still somehow find a time and a place to perform scheduled maintenance. അവിടെ നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമുക്കറിയാം സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് അത് കൈകാര്യം ചെയ്ത് പോകുമ്പോഴാണ് ഓക്കെ എവിടെയെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ചിട്ട് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് മൂവ് ചെയ്യുന്നത് അല്ലെ. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന പ്രശ്നമുണ്ട്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുകയായിരിക്കും അല്ലെ. അവര് ആക്റ്റീവായിട്ട് സിസ്റ്റം ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ഇന്ന പ്രശ്നം, ഇന്ന എക്യുപ്മെന്റ്സിന്റെ കംപ്ലൈന്റ് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന റൂമിൽ ഇന്ന പ്രശ്നമുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്ത് അല്ലെ കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ടൈമിൽ അവർ ഹാൻഡിൽ ചെയ്ത് പോകും. ഓക്കെ, പലതരത്തിലുള്ള പ്രോബ്ലംസ് എന്തായാലും മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Okay, in practical terms, the maintenance team will need an airtight schedule, most likely with the different missions being serviced on a staggered timetable. Okay, പ്രധാനമായിട്ട് നമുക്കറിയാം എന്താണ് ലാബ് ടെക്നീഷ്യനിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ കംപ്ലൈന്റ് പ്ലംബർ വർക്കറിന് ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റില്ല അല്ലേ, പറ്റുമോ? അത് ഓരോ വർക്കേഴ്സിന് അല്ലെ, ഓരോ ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സിന് മാത്രമാണ് ചിലതെല്ലാ വർക്കുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള പേഴ്സണ് അത്തരത്തിലുള്ള ഡ്യൂട്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മെയിൻ്റെനൻസ് എന്തെങ്കിലും ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്കാണ് ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് അത് അതിനനുസരിച്ചിട്ടുള്ള ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് തന്നെ ടൈംടേബിൾ അനുസരിച്ചിട്ടൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്ത് അത് നിലനിർത്തി കൊണ്ടുപോകണം. മീൻ സിറ്റുവേഷൻസ് വേർ എക്യുപ്മെന്റ് മസ്റ്റ് ബി ക്ലോസ്ഡ് ഫോർ ദ മെയിൻ്റെനൻസ് വർക്കേഴ്സ് സച്ച് ആസ് ഇലക്ട്രിക്കൽ ഓർ അതർ ഹൈ റിസ്ക് എക്യുപ്മെന്റ്. എപ്പോഴും നമുക്കറിയാം ഹൈ റിസ്ക് ഉള്ള എക്യുപ്മെന്റ്സ് ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ എപ്പോഴും അത് കൃത്യമായിട്ട് പരിഹരിക്കാം. തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെക്കണം. അറേഞ്ച്മെന്റ്സ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് ഓർ എ ബാക്കപ്പ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഡ്യൂട്ടി ഒക്കെ ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ഒരേ ഡ്യൂട്ടി ഒക്കെ ഒരേ വ്യക്തിക്ക് തന്നെ ഹാൻഡിൽ ചെയ്ത് പോയാൽ ചിലപ്പോൾ നൈറ്റിൽ വരുന്ന കാര്യങ്ങളും ഡെയിലി വരുന്ന കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. സെപ്പറേറ്റ് അതിനനുസരിച്ചിട്ടുള്ള ഓൾട്ടർനേറ്റീവ് പ്രിപ്പറേഷൻസ് ഒക്കെ കൊടുക്കണം. സെപ്പറേറ്റ് സ്റ്റാഫുകൾ വേണം, അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ ക്രമീകരിക്കണം അല്ലെ. Routine work like that should be scheduled with enough room for it to be postponed if necessary. Okay, നമുക്കറിയാം അത് റൂട്ടീൻ വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഡിഫറെന്റ് സ്റ്റാഫുകളൊക്കെ കൈകാര്യം ചെയ്ത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് അവൈലബിൾ ആക്കി ക്രമീകരിച്ച് വെക്കണം. അപ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെയാണ് ജസ്റ്റ് എടുത്ത് നിർത്തിയത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സ്റ്റാർട്ടിങ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. മെയിൻ്റെനൻസ് വിഭാഗം എന്തുകൊണ്ടാണ് ഇത് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്, ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.